സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ തിരിച്ചടിയുടെ ആഘാതത്തിലാണ് അമേരിക്കയും ഇസ്രയേലും എന്ന് പറയാവുന്ന ഒരു അവസ്ഥയാണ്. സംഘർഷം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ അവകാശവാദങ്ങളെല്ലാം ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരികയാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും. ഇനിയും പല നഷ്ടങ്ങളും അവർക്ക് സമ്മതിക്കേണ്ടി വരുമെന്നാണ് അലി ലാറിജാനിയെ പോലുള്ള ഇറാൻ നേതാക്കൾ പറയുന്നത്. ട്രംപിനെ വെറുതെ വിടില്ല എന്നും ലാറിജാനി പ്രഖ്യാപിക്കുന്നു. ലാറിജാനി ഇറാൻ നേതൃത്വത്തിൽ പവർ ബ്രോക്കറായി മാറുന്നു എന്നതാണ് യുദ്ധവിദഗ്ധരുടെ നിരീക്ഷണം. അതിനിടെ ഇറാൻ അവരുടെ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയും വരികയാണ്. സുപ്രീം ലീഡർ കൂടി വരുന്നതോടെ ഇറാന്റെ ആക്രമണത്തിന്റെ കരുത്ത് കൂടുമെന്ന പേടിയിലാണ് ട്രംപും നെതന്യാഹുവും. ആക്രമണത്തിന്റെ തോത് ഇപ്പോൾ തന്നെ കൂട്ടിയ ഇറാൻ വീണ്ടും ഇസ്രയേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു, കനത്ത നാശം വിതച്ചു. ഹിസ്ബുള്ളയിൽ നിന്നും ഇസ്രയേലിന് തിരിച്ചടിയേറ്റു എന്നുള്ള വാർത്തയും വരുന്നു. ഇസ്രയേലിന്റെ 2 സൈനികർ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ ചില പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ആദ്യം ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായ അലി ലാറിജാനി പറഞ്ഞ ചില നിർണായക കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അമേരിക്കയും ഇസ്രയേലിനെയും വിറപ്പിക്കുന്ന പ്രസ്താവനകളാണ് ലാറിജാനി കഴിഞ്ഞ ദിവസങ്ങളായി നടത്തുന്നത്. മാത്രമല്ല, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അനൗദ്യോഗിക നിയന്ത്രണം ലാറിജാനിക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആയത്തുള്ള അലി ഖൊമൈനിയുടെ മരണത്തിന് കനത്ത പ്രതികാരം ചെയ്യുമെന്ന് ആവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലാറിജാനി. ഖൊമൈനിയുടെയും ഇറാനി സാധാരണക്കാരുടെയും രക്തത്തിന് ട്രംപ് വലിയ വില നൽകേണ്ടി വരുമെന്നും ഇറാന്റെ പോരാട്ടം പെട്ടെന്ന് അവസാനിക്കില്ല എന്നും അദ്ദേഹം എക്സിലൂടെ പോസ്റ്റ് ചെയ്യുകയും സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, വൈകിയാണെങ്കിലും അമേരിക്കയ്ക്ക് അവർക്ക് ഇറാൻ വരുത്തിയിട്ടുള്ള നഷ്ടങ്ങൾ അംഗീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ജോർദാനിലെ താഡ് റഡാർ സംവിധാനം ഇറാൻ തകർത്തുവെന്ന് അമേരിക്ക അംഗീകരിച്ചത് എന്നും ലാറിജാനി പറയുന്നു. ജോർദാനിലെ മുവാഫാഖ് സാൽത്തി എയർബേസിലുള്ള അമേരിക്കയുടെ താഡ് റഡാർ സംവിധാനം ഇറാൻ തകർത്തതും മാർച്ച് 1-നോ 2-നോ ആണെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അമേരിക്ക അത് സമ്മതിച്ചിരുന്നില്ല. ഏകദേശം 2500 കോടി രൂപ വിലമതിക്കുന്ന അത്യാധുനിക റഡാർ സംവിധാനമാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നുപോയത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതിൻ്റെ മൂല്യം $500 ദശലക്ഷം വരെയാകാം. ഈ ആക്രമണം അമേരിക്കയ്ക്ക് വലിയൊരു സൈനിക സാമ്പത്തിക തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളെ വളരെ നേരത്തെ കണ്ടെത്താനും തടയാനും സഹായിക്കുന്ന ഈ റഡാർ തകർന്നത് മേഖലയിലെ അമേരിക്കൻ ഇസ്രയേൽ മിസൈൽ പ്രതിരോധ കവചത്തിന് വലിയൊരു വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. താഡ് റഡാറുകൾ ഇല്ലാത്തത് കാരണം ദൂരപരിധി കുറഞ്ഞ പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഭാവിയിൽ ഉണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിലും വെല്ലുവിളിയാകും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അമേരിക്കയുടെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കാൻ സാധിച്ചത് ഇറാന്റെ വലിയൊരു തന്ത്രപരമായ വിജയമായും കണക്കാക്കപ്പെടുന്നു. എന്നാൽ തങ്ങളുടെ സംവിധാനം തകർന്ന കാര്യം അമേരിക്ക ആദ്യം സമ്മതിച്ചിരുന്നില്ല. ഇന്നലെയാണ് സ്ഥിരീകരണം നൽകിയത്. നിലവിൽ ഈ റഡാർ മാറ്റിസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്ക എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ അവകാശവാദങ്ങളിൽ ഭൂരിഭാഗവും തള്ളിക്കളയുന്ന സമീപനമാണ് അമേരിക്ക ഇതുവരെ സ്വീകരിച്ചു വന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം 500-ലധികം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന ഇറാന്റെയും അലി ലാറിജാനിയുടെയും അവകാശവാദം അമേരിക്ക പൂർണ്ണമായും ഇപ്പോഴും നിഷേധിക്കുകയാണ്. തങ്ങളുടെ ഭാഗത്ത് ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് പെന്റഗൺ പറയുന്നത്. ഏറ്റവും ഒടുവിലായി അമേരിക്കൻ സൈനികരെ തടവുകാരായി പിടികൂടിയിട്ടുണ്ടെന്ന ഇറാന്റെ വാദം അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. തങ്ങളുടെ സൈനികർ ആരെയും കാണാതായിട്ടില്ല എന്നും അവർ ഇറാന്റെ കൈവശമില്ല എന്നും സെൻട്രൽ കമാൻഡ് പറയുന്നു. അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾ മറികടന്നു എന്ന ഇറാന്റെ അവകാശവാദം വെറും പ്രചാരണം മാത്രമാണ് എന്നാണ് അമേരിക്കയുടെ നിലപാട്. മാത്രമല്ല, അമേരിക്കൻ ബന്ധമുള്ള എണ്ണക്കപ്പൽ ഇറാൻ തകർത്തു എന്നുള്ള കാര്യവും അമേരിക്ക ഇതുവരെ സമ്മതിച്ചിട്ടില്ല. നാശനഷ്ടങ്ങൾ കുറച്ചു കാണിക്കാനും ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങളെ വെറും പ്രൊപ്പഗണ്ടയായി ചിത്രീകരിക്കാനുമാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വരും ദിവസങ്ങളിൽ അമേരിക്കയ്ക്ക് സമ്മതിക്കേണ്ടി വരുമെന്നാണ് അലി ലാറിജാനി പറയുന്നത്. നിലവിൽ ഖൊമൈനിയുടെ മരണത്തെ തുടർന്ന് രൂപീകരിച്ച താൽക്കാലിക ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ലാറിജാനിയാണ് നേതൃത്വം നൽകുന്നത്. മരിക്കുന്നതിന് മുമ്പ് ആയത്തുള്ള അലി ഖൊമൈനി നിർദ്ദേശം നൽകിയിരുന്നതും അങ്ങനെ തന്നെയാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സൈനിക നേതൃത്വം ഏറ്റെടുക്കേണ്ടത് അലി ലാറിജാനി എന്നാണ് ഖൊമൈനി അന്ന് നൽകിയിരുന്ന നിർദ്ദേശം. IRGCയുടെ നിലവിലെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും അലി ലാറിജാനിയാണ്. അതുകൊണ്ട് തന്നെയാണ് പെഷഷ്കിയാൻ, അതായത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടും ഇറാൻ സേന അവർക്കെതിരെ അവിടുത്തെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഇപ്പോഴും തുടരുന്നത് എന്നാണ് വിലയിരുത്തൽ.
കാരണം ഇറാൻ്റെ ഭരണഘടന അനുസരിച്ച് പ്രസിഡൻറ്റിനെ അനുസരിക്കേണ്ട ബാധ്യത അവിടുത്തെ ഈ റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ഇല്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പരമോന്നത നേതാവിനാണ്. പരമോന്നത നേതാവ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ അലി ലാർജാനിക്ക് ആണ് എന്ന് പറയേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങളോട് അടക്കം അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള ഒരു രാജ്യത്തോടും ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള നിലപാടുകാരനാണ് അലി ലാർജാനി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ നേരത്തെ സ്വതവേ മിതവാദിയായ നേതാവായും അനുനയത്തിൻ്റെ ആളുമായിട്ടാണ് ഈ അലി ലാർജാനി ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. ഖൊമേനിയുടെ മരണത്തോടെ ലാർജാനി അതീവ ആക്രമണ സ്വഭാവമുള്ള നിലപാടിലേക്ക് മാറുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ. ഇറാൻ വിപ്ലവ സേനയിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയാണ് ലാർജാനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ IRGCയിൽ, അതായത് ഇറാൻ വിപ്ലവ സേനയിൽ കൂടുതൽ സ്വാധീനവുമുണ്ട്. അതിനിടെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള 88 അംഗ വിദഗ്ധ സമിതി ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ ഒരാളെ തീരുമാനിച്ചതായി സമിതി അംഗം ആയത്തുള്ള മുഹമ്മദ് മെഹദി മിർബാഗേരി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുതിയ നേതാവിൻ്റെ പേര് പക്ഷേ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും ചില ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ ഉള്ളതുകൊണ്ടും തന്ത്രപ്രധാനമായ ചില നീക്കങ്ങളുടെ ഭാഗമായും പ്രഖ്യാപനം വൈകുകയാണ്. ഖൊമേനിയുടെ രണ്ടാമത്തെ മകനായ മുസ്തഫ ഖൊമേനിയാണ് ഈ സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തിയായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന അലി ലാർജാനി ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ പുതിയ സുപ്രീം ലീഡറുടെ പേര് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നേതാവ് ആരെന്ന് അറിയാത്തത് ശത്രുക്കളുടെ അടുത്ത നീക്കങ്ങളെ ബാധിക്കുമെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാവിൻ്റെ പേര് ഇപ്പോൾ പരസ്യമാക്കേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും പരമോന്നത നേതാവായി ആര് വന്നാലും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് അലി ലാർജാനി തന്നെയായിരിക്കുമെന്നാണ് നയതന്ത്ര നിരീക്ഷകരും സൈനിക വിദഗ്ധരും വിലയിരുത്തുന്നത്. അതേസമയം ഇസ്രയേലിന് കനത്ത ആഘാതം നൽകി ഇറാൻ വീണ്ടും ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. ക്ലസ്റ്റർ ബോംബുകളുള്ള 3ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തു എന്നാണ് റിപ്പോർട്ട്. ഒന്നിൽ നിന്ന് 20ഓളം ക്ലസ്റ്റർ ബോംബുകൾ ജനവാസ മേഖലയിൽ പതിച്ചു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടെൽ-അവീവിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ വീണ്ടും തുടരുമെന്നാണ് അലി ലാർജാനി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇസ്രയേലിന് കനത്ത ഭീഷണിയായി മാറുകയാണ് ഇറാൻ്റെ ക്ലസ്റ്റർ ബോംബ് പ്രയോഗം. തദ്ദേശീയമായി വികസിപ്പിച്ച ക്ലസ്റ്റർ ബോംബുകളാണ് ഇറാൻ പ്രയോഗിക്കുന്നത്. ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇത്തരം ബോംബുകൾ നിഷ്പ്രഭമാക്കുകയാണ്. ഇത് കാരണം ഇസ്രയേലിനകത്തു നിന്നും നെതന്യാഹു സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. തങ്ങളുടെ ജീവന് സുരക്ഷ നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല, വേണ്ടാത്ത യുദ്ധത്തിലേക്ക് സർക്കാർ പോയി എന്നുള്ള നിലപാടാണ് ഇസ്രയേലിൽ നിന്ന് ഉയരുന്നത്. അവിടെ വലിയ ഒരു പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന് ലെബനോനിൽ വൻ തിരിച്ചടിയേറ്റു എന്നതും ശ്രദ്ധേയമായ വാർത്തയാണ്. ഇന്ന് പുലർച്ചെ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ 2 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുമായുള്ള കരയുദ്ധത്തിനിടെയാണ് ഈ സംഭവം. ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഇസ്രയേൽ സൈന്യം തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ സൈന്യത്തിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയിൽ നിന്ന് ഏറ്റ ആക്രമണത്തിൻ്റെ നീക്കം. ഹിസ്ബുള്ള മിസൈലുകൾ ഉപയോഗിച്ചും മറ്റും ഇസ്രയേലിനെ തലവേദന വലിയ രീതിയിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടെയാണ് കരയുദ്ധത്തിന് ഇടയിൽ സൈനികരെ നഷ്ടപ്പെട്ട സംഭവം കൂടി ഉണ്ടാകുന്നത്. ഇത് ഇസ്രയേലിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കനത്ത ആഘാതമാണ്, നാണക്കേടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഹിസ്ബുള്ളയെ പോലുള്ള ഒരു സംഘടനയിൽ നിന്ന് സൈനികമായിട്ടുള്ള നാശം ഉണ്ടാകുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രയേലിൻ്റെ സൈനിക ശക്തിയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. അതിനിടെ ഗൾഫ് മേഖലയിൽ സാമ്പത്തികമായ ആഘാതത്തിന് തുടക്കമായിട്ടുണ്ട് എന്നാണ് ചില സാമ്പത്തിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാഖിലെ എണ്ണപ്പാടങ്ങളിലെ ഉൽപ്പാദനം 70% കുറഞ്ഞു. എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 1.5 ദശലക്ഷം ബാരലായാണ് കുറഞ്ഞത്. ഇത് വരും ദിവസങ്ങളിൽ 3 ദശലക്ഷം ബാരലിലധികം കുറയാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എണ്ണ സംഭരണശാലകൾ നിറഞ്ഞതിനാലും കയറ്റുമതി തടസ്സപ്പെട്ടതുകൊണ്ടും കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും സാമ്പത്തിക മാസികകളുടെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം വരും ദിവസങ്ങളിൽ വൻതോതിൽ എണ്ണവില കൂട്ടാൻ ഇടയാക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ആദ്യം ബാധിക്കുക അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ആയിരിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടെടുക്കാൻ അമേരിക്കൻ സൈന്യം നോക്കുന്നുണ്ട് എങ്കിലും അത് അവർക്ക് കനത്ത തിരിച്ചടിയായി മാറുമെന്നാണ് സൈനിക നിരീക്ഷകർ പറയുന്നത്. കാരണം ഇറാൻ ഹോർമൂസിൻ്റെ തന്ത്രപ്രധാന മേഖലകളിൽ വലിയ സ്വാധീനം നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അവിടേക്ക് അമേരിക്കൻ നാവികസേന കടന്നു കയറാൻ ശ്രമിക്കുന്നത് അവർക്ക് വലിയ ആഘാതം സൃഷ്ടിക്കും, അവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കും എന്നാണ് സൈനിക വിദഗ്ധരെല്ലാം നൽകുന്ന മുന്നറിയിപ്പ്. അതായത് ഈ ഇറാൻ്റെ സ്വാധീനത്തെ മറികടന്ന്
ഹോർമൂസ് നിയന്ത്രണം പിടിച്ചെടുക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ. ലോകത്തെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും 1/5 കടന്നു പോകുന്ന ഹോർമൂസ് പാത ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും അടഞ്ഞ നിലയിലാണ് ഉള്ളത്. ഇതിനിടയിലും ഗൾഫ് മേഖലയിൽ ഇറാൻ തങ്ങളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമായി തുടരുകയുമാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും അവിടെ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കൂടാതെ 2 അതിർത്തി രക്ഷാസേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതായും കുവൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ ജലശുദ്ധീകരണ ശാലയ്ക്കും യൂണിവേഴ്സിറ്റി കെട്ടിടത്തിനും ഇറാൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീണ മിസൈൽ അവശിഷ്ടങ്ങൾ കാരണം 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൗദി അറേബ്യയിലെയും സമാനമായ സ്ഥിതിയുണ്ട്. സൗദി അറേബ്യയിൽ മിസൈൽ പാളികളേറ്റ് 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഇതിനിടെ ഖത്തർ അമീർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. നിലവിലെ സാഹചര്യം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നും ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഖത്തർ അമീർ ട്രംപിന് മുന്നറിയിപ്പ് നൽകി. പ്രശ്നം പരിഹരിക്കുന്നതിന് നയതന്ത്ര ചർച്ചകൾ ഊർജിതമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനോട് ട്രംപിൻ്റെ മറുപടി എന്തെന്ന് വ്യക്തമല്ല. എന്തായാലും എത്രയും പെട്ടെന്ന് നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ലെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത. ഇതാണ് ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ വരെയുള്ള അപ്ഡേറ്റ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.